പ്രസിഡന്റ് ബഹുമാന്യനും സുഹൃത്തുക്കളെ, കേരളത്തിലെ ചെലവിനങ്ങളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷനിൽ എനിക്കുണ്ടായ ചെറിയൊരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അത് വേറൊന്നുമല്ല, സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ലോക്കൽ ബോഡീസിന് അടുത്ത 5 വർഷത്തേക്ക് എത്ര കാശ്, എത്ര രൂപ, എന്ത് മാനദണ്ഡം അനുസരിച്ച് താഴോട്ട് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന ഒരു കമ്മീഷനാണ്. അപ്പോൾ അത് പഠനത്തിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ലോക്കൽ ബോഡീസിൽ നിന്നും കഴിഞ്ഞ 5 വർഷത്തെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് നമ്മൾ തുനിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വരവായാലും ചെലവായാലും കഴിഞ്ഞ 5 വർഷത്തെ മുഴുവൻ വിവരശേഖരണം നമ്മൾ നടത്തിയിട്ടുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ നമുക്കുള്ള അനുഭവം എന്ന് പറയുന്നത് കൃത്യമായ കണക്കുകൾ ഒരു സ്ഥാപനം പോലും കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ വളരെ വളരെ വിരളമായിട്ടുള്ള അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങൾ ഉദ്ദേശിച്ചത് ലോക്കൽ ബോഡീസ്, പഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, ഇവരുടെ കണക്ക് സൂക്ഷിക്കലിൽ വന്ന ഏറ്റവും വലിയ ഭാഗപ്പിഴ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച അപ്പോഴാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എല്ലാ വർഷവും സംസ്ഥാനത്തിൽ നിന്നും ഒരു പ്രത്യേക വിഹിതം ലോക്കൽ ബോഡീസിന് പോകാറുണ്ട്. അത് ഇന്ന കാര്യങ്ങൾക്ക് ചെലവാക്കണമെന്നുണ്ട്. പക്ഷെ ചെലവാക്കിയതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും കാണില്ല. മാർച്ച് മാസം 31-ാം തീയതി എന്ന് പറയുന്ന ദിവസം നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു തുക, നമ്മൾ പറയുന്ന ക്ലോസിംഗ് ബാലൻസ്, ഒരു രാത്രി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഏപ്രിൽ 1-ാം തീയതി, അടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ ആരംഭം, ഒരു രാത്രി കഴിഞ്ഞിട്ടുള്ള, ഒരു വർഷമല്ല, അന്നത്തെ ഓപ്പണിംഗ് ബാലൻസുമായിട്ട് ഒരിക്കൽ പോലും തുല്യമാവുന്നില്ല. പല സ്ഥലത്തും. ഞാനത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, എന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു കംപ്ലൈൻറ്റുമായിട്ട് ഒരു അസോസിയേഷൻ തന്നെ നമ്മുടെ അടുത്ത് വരികയുണ്ടായി. അത് ഞങ്ങൾ ചെലവാക്കുന്നതിനൊക്കെ രേഖപ്പെടുത്താനായിട്ട് നമുക്ക് സ്റ്റാഫില്ല എന്നുള്ളതായിരുന്നു. നമുക്ക് കൃത്യമായിട്ടുള്ള സ്റ്റാഫ് ശരിക്കും ലോക്കൽ ബോഡീസിനൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായി ചെലവുകൾ രേഖപ്പെടുത്താറുള്ളത്. അപ്പോൾ തിരിച്ച് ഞങ്ങളുടെ ചെയർമാൻ ചോദിച്ച ചോദ്യമായിരുന്നു, നമുക്ക് ചെലവാക്കാൻ ആളുണ്ട്, ചെലവ് രേഖപ്പെടുത്താൻ ആളില്ലാത്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന എന്തായാലും നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനകത്ത് എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. പക്ഷെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന ചെലവിനങ്ങളിൽ ഏകദേശം സത്യം തന്നെയായിരിക്കും. കാരണം ഇത് ബാധ്യതാ ചെലവുകളാണ്. നമ്മൾ ഉൾപ്പെടുന്ന ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഇവിടെ കൊലകാലങ്ങളുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കൊടുത്തിട്ടുണ്ട്, പലിശ, കടം വാങ്ങിയതിൻ്റെ പലിശ കൊടുത്തിരിക്കണം, പെൻഷൻ കൊടുത്തിരിക്കണം. ഞാൻ സംസാരിക്കാൻ പോകുന്ന ഈ 3 കാര്യത്തെക്കുറിച്ച്. എന്തുകൊണ്ട് ഈ 3 കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളത് വലിയ നമുക്ക് മനസ്സിലാക്കി. ചെലവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് കമ്മിയിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നുന്നു. കാരണം പൊതുവിൽ തന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് നേരത്തെ സംസാരിച്ച 2 പേരിൽ നമുക്ക് മനസ്സിലായത് വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവായതുകൊണ്ടാണല്ലോ കമ്മി എന്നും. ആദ്യം കമ്മി എത്രത്തോളം നമുക്ക് പ്രശ്നമാണെന്നുള്ളതിനെ കുറിച്ച് ഒന്ന് നോക്കുക. ഇത് ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും, എന്നാൽ ഇത് കാണിക്കാൻ വയ്യ. ഇത് റവന്യൂ ഡെഫിസിറ്റും ഫിസ്ക്കൽ ഡെഫിസിറ്റും എന്ന് പറയുന്ന 2 കാര്യങ്ങളിൽ ഒരു പിക്ചറാണ്. 95 മുതൽ ഈ തൊട്ടടുത്ത വർഷം വരെ ഉള്ളത്, അതായത് കഴിഞ്ഞ 15 വർഷത്തെ ഒരു വിശദാംശമല്ല. ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, വർഷാവർഷം നമ്മുടെ കമ്മി കൂടി വരുന്നു. അത് റവന്യൂ കമ്മി ആയാലും ഫിസ്ക്കൽ കമ്മി ആയാലും കൂടി വരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റവന്യൂ കമ്മി 403 കോടി രൂപ 95-96 ഇപ്പോൾ ഏകദേശം 6000 കോടി രൂപയായി വളർന്നിട്ടുണ്ട്. ഇനി റവന്യൂ കമ്മിയും ഫിസ്ക്കൽ ഡെഫിസിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, റവന്യൂ കമ്മിയുടെ കൂടെ നമ്മൾ ഓരോ വർഷവും കൊടുക്കുന്ന പലിശയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഫിസ്ക്കൽ ഇതാവും. അടുത്ത പിക്ചറാണ് ഇച്ചിരി കൂടെ മനസ്സിലാവും. ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഞാൻ ഇൻട്രസ്റ്റ് പേയ്മെന്റ് മാറ്റിക്കഴിഞ്ഞാൽ റവന്യൂ ഡെഫിസിറ്റിനേക്കാൾ താഴെയാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം, ഓരോ വർഷവും നമ്മൾ കടം വാങ്ങുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനും അല്ലെങ്കിൽ ഒരുപാട് പോർഷൻ, ഏറ്റവും ഭൂരിഭാഗം പോർഷനും പോകുന്നത് ഒരുപക്ഷെ
ഈ പലിശ കൊടുക്കാനായിട്ടൊന്നും അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഗ്രാഫ് എടുക്കുന്നു. ഞാൻ ഈ ഗ്രാഫുകളിലൂടെ തന്നെ പോവാം. ശരിക്കുള്ള വിഷയത്തിലേക്ക് അങ്ങനെ വരാം. നമ്മുടെ ആഭ്യന്തര വരുമാനത്തിന്റെ ഏകദേശം എത്ര ശതമാനമാണ് നമ്മുടെ കമ്മി എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഒരു ശുഭസൂചകമായിട്ടുള്ള സംഗതി, സംസ്ഥാന ആഭ്യന്തര വരുമാനത്തിന്റെ ശതമാനത്തിൽ നോക്കുമ്പോൾ നമ്മുടെ കമ്മി കുറഞ്ഞു വരികയാണ്. ഈ കുറഞ്ഞു വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, 2003 നമുക്ക് സ്ഥാപിക്കപ്പെട്ട FRBM ആക്ട് ഒരു കാരണമാണ്. റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് 1%-മായി 3%-മായി പടിപടിയായി കുറയ്ക്കണമെന്നുള്ള കേന്ദ്രത്തിന്റെ ഒരു നിയമം. അതെല്ലാ സംസ്ഥാനങ്ങളും അതത് സംസ്ഥാനങ്ങളിൽ നിയമം പാസാക്കുകയും ചെയ്തു. ഒരുപക്ഷെ അതിന്റെ ഭാഗമാണ്. രണ്ടാമത്തെ കാരണം ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വരുമാനം മുമ്പൊന്നും ഇല്ലാത്ത തരത്തിൽ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഇനി കമ്മി ഇങ്ങനെ കമ്മി കൂടി വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് മനസ്സിലാക്കേണ്ടത് ഈ കമ്മി കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരനാരാണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ കാശ് ചെലവാക്കുന്നത് കൊണ്ടാണോ അതോ റവന്യൂ ചെലവ് കൂടുതലായതുകൊണ്ടോ? ചോദ്യം ഇതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവ് കൂടുതലായതുകൊണ്ടാണോ അതോ റവന്യൂ ചെലവ് കൂടുതലായതുകൊണ്ടാണോ നമ്മുടെ കമ്മി കൂടുന്നത്? രണ്ടാമത്തെ എന്റെ ചോദ്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റും ഇത് റവന്യൂ ചെലവ് കൂടിയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കമ്മി കൂടുന്നത്. ഈ കറുത്ത ഷെയ്ഡായിട്ട് കാണുന്നത് മൊത്തം ഒരു 100 എടുക്കുകയാണെങ്കിൽ, മൊത്തം ബാറിന്റെ ലെങ്ത് 100 എടുക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗം നിൽക്കുന്നത് റവന്യൂ ആയതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് റവന്യൂ ചെലവ് അധികമായതുകൊണ്ടാണ് ഇവിടെ കമ്മി കൂടി നീക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, റവന്യൂ ചെലവിൽ ഏറ്റവും കൂടുതൽ ചെലവാകുന്നത് എന്തിലാണ്? അവിടെയാണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ പ്രാധാന്യം. ഒന്ന് മനസ്സിലാക്കി, കമ്മി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. വർഷാവർഷം കമ്മി കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കമ്മി രണ്ടാമത്തെ കാര്യം, ഈ കമ്മി കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം റവന്യൂ ചെലവാണ്. മൂന്നാമത്തത്, ഈ റവന്യൂ ചെലവിന്റെ പ്രധാന ഭൂരിഭാഗവും 70% നമ്മൾ ചെലവാക്കുന്നത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന പേരിട്ടുള്ള ഈ 3 കാര്യങ്ങളിലാണ്. ഒന്ന് പെൻഷൻ, സാലറീസ് ആൻഡ് വേജസ്, ശമ്പളവും മറ്റ് അലവൻസുകളും. 3 പലിശയിലേക്കുള്ള ചെലവിന്, പലിശ ചെലവിന്. അപ്പോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, സംസ്ഥാനത്തുണ്ടാവുന്ന വർഷാവർഷം ഉണ്ടാവുന്ന കമ്മികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റവന്യൂ ആണ്. അതിനുള്ളിൽ തന്നെ ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ചെലവിനങ്ങളുടെ കണക്കുകൾ നമുക്ക് വിശ്വസനീയമാണ്. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞത്. ഇനി ഇതൊരു ആപത്കരമായ ഒരു സംഗതിയാണോ? ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ആ സംസ്ഥാനത്തിന്റെ വികസനത്തിനായിട്ട് കൂടുതൽ പ്രാധാന്യം സംസ്ഥാനം നൽകണോ അതോ സംസ്ഥാനം മൊത്തം ചെലവാക്കുന്ന തുകയുടെ ഭൂരിഭാഗവും ഇതുപോലത്തെ തന്നെ നൽകണം എന്നുള്ളത് പലപ്പോഴും സംശയം വരുന്ന സാധനമാണ്. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി, വിമർശിക്കാനായിട്ട് ഉദ്ദേശിച്ച് വിമർശിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വളരെ എളുപ്പം പറയാം മൂലധന ചെലവ് കുറഞ്ഞു വരുന്നത് വളരെ മോശമായിട്ടുള്ള സംഗതിയാണ്. മോശം തന്നെയാണ്, സംശയമില്ല. പക്ഷെ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിൽ പണ്ട് മുതലേ വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയിലും വളരെയധികം മുന്നോട്ട് പോയ നമ്മുടെ ഒരു സംസ്ഥാനത്തിൽ ഒരുപാട് തരത്തിൽ തൊഴിൽ സാധ്യതകൾ ഗവൺമെന്റ് തലത്തിൽ, പ്രൈവറ്റ് തലത്തിലല്ല, ഇൻവെസ്റ്റ്മെന്റിലൂടെയല്ല, ഗവൺമെന്റ് തലത്തിൽ വാർത്തിയെടുക്കാൻ പറ്റിയ ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ ശമ്പളം കൊടുക്കുന്നതിൽ നിന്നോ പെൻഷൻ കൊടുക്കുന്നതിൽ നിന്നോ ഒരിക്കലും സംസ്ഥാനത്തിന് പിന്നോട്ട് പോകാൻ പറ്റില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു തിരിച്ചറിയുന്നു. സംസ്ഥാനങ്ങൾക്ക് ഇത് ശമ്പളം കൊടുക്കുന്നതിൽ നിന്നും പെൻഷൻ കൊടുക്കുന്നതിൽ നിന്നും ഒരു സംസ്ഥാനത്തിന് പിന്നോട്ട് പോകാൻ പറ്റില്ല. അത് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അത് ബാധ്യതാ ചെലവെന്ന്, കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. അപ്പോൾ ബാധ്യതാ ചെലവിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകാൻ ഒക്കത്തില്ല എന്നുള്ളത് വളരെ സത്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പഠനഘടനയുടെ തന്നെ 7ാം ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കർത്തവ്യങ്ങൾ ആരൊക്കെ ചെയ്യണമെന്നുള്ളത് വിവരിക്കുന്നിടത്ത് വളരെ വ്യക്തമായി ക്ഷേമ കർത്തവ്യങ്ങൾ ഉൾപ്പെടെയുള്ള പരമാവധി ക്ഷേമപ്രവർത്തനങ്ങൾ പരമാവധി ചുമതലകളും വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള വരുമാന സ്രോതസ്സുകൾ പരിമിതമാണെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. വരുമാന സ്രോതസ്സുകളുണ്ട്, വരുമാന സ്രോതസ്സുകളൊന്നും പ്രാപ്തമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ്. എന്നാൽ നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു ഫെഡറൽ സെറ്റപ്പിൽ, ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധത്തിന്റെ ഒരു പൊളിറ്റിക്സ് നമുക്ക് ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്ഷേമപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള മിക്കവാറും ചുമതലകൾ സംസ്ഥാനത്തിന്റെ തോളിൽ, എന്നാൽ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ
സമാഹരിച്ചെടുക്കാൻ പറ്റുന്ന വരുമാന സ്രോതസ്സുകളുടെ ഒരു സാധ്യത പരിമിതവുമാണ്. കുറവെന്നല്ല, പരിമിതമാണ്. ഇനി ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിലേക്ക് തന്നെ പിന്നെ വരുമ്പോൾ ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇതിനെ നോക്കുമ്പോൾ ആരാണ് കൂടുതൽ ഇത് പോകുന്നുള്ളതാണ് സംഗതിയുടെ ഒരു ഗൗരവം ഇച്ചിരി കൂടെ കിട്ടാനായിട്ട് നമ്മൾ ഇത് കാണിക്കുന്നുണ്ട്. ഈ മൂന്നെണ്ണം ഞാൻ പറഞ്ഞതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏകദേശം 60% മൊത്തം ഈ പറഞ്ഞ 3 കമ്മിറ്റഡ് ബാധ്യതാ ചെലവിൽ 60% പോകുന്നത് ശമ്പളവും മറ്റ് അലവൻസുകൾക്കും, ഏകദേശം 20% പോകുന്നത് ഈ 15 വർഷത്തെ കാര്യമാണ്. ശരാശരി 15 വർഷം പോകുന്നത് 20% പോകുന്നത് പെൻഷനും, ബാക്കി 20% ചില സമയത്ത് കൂടുന്നുണ്ട്, 20% പോകുന്നത് പലിശ ഇനത്തിലുമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ശമ്പളം തന്നെയാണെന്നുള്ള തിരിച്ചറിവ് തന്നെ നമുക്ക് തരുന്ന ഒരു പാഠം. ഒരിക്കലും ഈ ശമ്പളത്തിൽ നിന്ന് സർക്കാരിന് തിരിച്ചു പോകാൻ പറ്റില്ല, കൊടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം വേണമെങ്കിൽ ചിന്തിക്കുക, അത് ഒരുപക്ഷെ ഞാൻ ഇന്ന് സാറുമായിട്ട് സംസാരിക്കുമായിരുന്നു, സുഭാഷ് സാറുമായിട്ട് സംസാരിക്കുക, നമ്മൾ എത്ര പേര് അത് അംഗീകരിക്കുമെന്ന് അറിയില്ല. നമുക്ക് ഒരു വർഷം 3-4 പ്രാവശ്യം അല്ലെങ്കിൽ 2-3 പ്രാവശ്യമെങ്കിലും ക്ഷാമബത്ത വർദ്ധിക്കുന്നുണ്ട് ശമ്പളത്തിൽ. 10%, 11%, 12% ഒക്കെ. പിന്നെ എന്തിനാണ് 5 വർഷം കൂടുമ്പോൾ ഇത്രയും ത്വരിതഗതിയിലുള്ള ഒരു ശമ്പള പരിഷ്കരണം എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കേണ്ടത് തന്നെയാണ്. അതിപ്പോൾ ക്ഷേമകാര്യങ്ങൾക്കെതിരെ ഞാൻ നിൽക്കുന്നുണ്ടെന്നൊന്നും വിവക്ഷിക്കപ്പെടണമെന്നില്ല. ഓരോ 5 വർഷം കൂടുമ്പോഴും ഇത്രയും വലിയ തരത്തിലുള്ള ഒരു ശമ്പള പരിഷ്കരണത്തിന്റെ ആവശ്യത ഉണ്ടോ? അത് ഇവിടെ നിലനിൽക്കുന്ന ഒരു ഇൻഫ്ലേഷൻ ഒരു കാരണമാകുന്നില്ലേ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിനൊരു ഉത്തരം കണ്ടെത്തിയിട്ട് വേണം ആദ്യം പറഞ്ഞതിന് പറയാൻ. ശമ്പളം കൊടുക്കുന്നില്ലെന്ന് സർക്കാരിന് പിന്നോട്ട് പോകാൻ പറ്റും, ഒരിക്കലും പിന്നോട്ട് പോകാൻ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇങ്ങനെയായിരിക്കാം, അത് കേരളത്തിന്റെ പ്രത്യേക സെക്ടറിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചെലവാക്കുന്ന വാർഷിക ചെലവിൽ 60% ചെലവാക്കിയേ പറ്റൂ. അത് കമ്മിക്ക് കാരണമാവുകയും ചെയ്യും. ഇത് ഞാൻ ഇങ്ങനെ ഒരു സംഗതി ഞാനിങ്ങനെ നോക്കാൻ കാരണം ഇതാണ്. നമുക്ക് റവന്യൂ കമ്മി ഉണ്ടെന്ന് പറയുന്നല്ലോ, നമുക്ക് ഓരോ വർഷവും നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നോക്കാനായിട്ട് ഞാനിങ്ങനെ ഈ 2 കാര്യം ഇതിൽ നിന്ന് ശരാശരി നമുക്ക് മനസ്സിലാവുന്നത്, ഓരോ വർഷവും നമുക്ക് വരുന്ന റവന്യൂ കമ്മിയും നമ്മൾ ചെലവാക്കുന്ന ഈ പലിശയായിട്ട് ചെലവാക്കുന്നത് ഏകദേശം തുല്യമാണ്. ഏകദേശം വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മൾ പണ്ടെങ്ങാനും കടമെടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ, നമുക്ക് പലിശ കൊടുക്കേണ്ടിയിരുന്നില്ലായിരുന്നു എങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഒരു കമ്മി എന്നുള്ള സംഗതി ഉണ്ടാവില്ലേ. അപ്പൊ എപ്പോഴോ നേവി സാർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കടമെടുക്കേണ്ടി വന്നിരുന്നു, കടമെടുക്കേണ്ട ഒരു ക്രൈസിസിലേക്ക് നമ്മൾ എത്തിയിരുന്നു. അങ്ങനെ കടമെടുക്കേണ്ടി വന്നിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കമ്മി തന്നെ ഉണ്ടാവില്ലായിരുന്നു. അത് വേറൊരു പോയിന്റിലേക്ക് നമ്മൾ നീക്കുന്നത്, നമ്മൾ അത്ര ക്രൈസിസ് സിറ്റുവേഷനിലല്ല ഇപ്പോൾ, പക്ഷെ ക്രൈസിസിലേക്ക് പോകാം. ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ഫോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ചെയ്തു, ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ് കഴിഞ്ഞു. അങ്ങനെ വീഴുന്ന തരത്തിലൊരു ക്രൈസിസിൽ നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ ഒരു ക്രൈസിസിലേക്കുള്ള സംഗതികൾ നമ്മൾ ആർക്കാർക്ക് വരുന്നുണ്ടാവാം. ഇത് ഞാൻ അത് തെളിയിക്കാൻ വേണ്ടി മാത്രം കാണിച്ചതാണ്. നമുക്ക് ഒരു കടമെടുപ്പില്ലായിരുന്നുവെങ്കിൽ, പലിശ അടവ് തിരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ കമ്മി എന്നുള്ളത് ഉണ്ടായിരുന്നിരിക്കില്ലായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ സാമ്യമുള്ള വേറൊരു സംഗതി ഞാൻ നോക്കാൻ ശ്രമിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ ബാധ്യത ചെലവിൽ 3 എണ്ണമാണ്: ശമ്പളം, മറ്റലവൻസുകൾ, പെൻഷൻ, ഇൻട്രസ്റ്റ് പേയ്മെന്റ്. അതിനോടൊപ്പം തന്നെ ചെലവാക്കേണ്ട കേരളം, പ്രത്യേകിച്ച് കേരളത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, ആന്ധ്രാപ്രദേശും 1-2 സംസ്ഥാനങ്ങളുണ്ട്, എന്നാലും കേരളത്തിന്റെ പ്രത്യേകത, നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്ന സംസ്ഥാനം കൂടിയാണ്. വർഷാവർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ തുക, അല്ലെങ്കിൽ ആവശ്യമായതല്ലെങ്കിലും വളരെ ഭീമമായ ഒരു തുക നൽകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, അങ്ങനെ കൊടുക്കുന്നത് പോലെ ഒരു ബാധ്യത ഏകദേശം മാറിക്കഴിഞ്ഞു കേരളത്തിൽ. നമ്മൾ കൊടുത്തേ പറ്റും. അപ്പൊ ഈ 4 സംസ്ഥാന കമ്മീഷനിൽ പോലും, നമ്മുടെ കമ്മീഷൻ പോലും തീരുമാനമെടുത്ത് 4160 കോടി രൂപയോളം, 4160 കോടി രൂപയോളം ഏകദേശം നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റിന്റെ ഏകദേശം അടുത്ത് വരും. നമ്മൾ ഒരു വർഷം ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുക്കുന്നതിന്റെ ഏകദേശം തുല്യത, അത്രയും തന്നെ നമ്മൾ ലോക്കൽ ബോഡീസിന് കൊടുക്കാം. അപ്പൊ ഇതും കൂടെ കൂട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു കാര്യം തറപ്പിച്ച് പറയാൻ പറ്റും. നമുക്ക് ഈ ബാധ്യതാ ചെലവെന്ന് പറയുന്ന ശമ്പളത്തിന് നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 73rd 74th അമെന്റ്മെന്റിലൂടെ നമ്മൾ സ്ഥാപിതവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് പിന്മാറാൻ പറ്റില്ല. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് പിൻവലിയാൻ പറ്റില്ല, ശമ്പളം കൊടുക്കുന്നതിൽ നമുക്ക് പിൻവലിയാൻ പറ്റില്ല. എന്നിടത്തോളം കാലം കമ്മി നമുക്ക് ഉണ്ടാവും എന്നുള്ളത് വാസ്തവമാണ്.
അപ്പൊ ഇനി ആകെ സാധ്യതയുള്ളത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധത്തിന്റെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ എത്രത്തോളം സാധ്യമാണെന്നുള്ളതാണ് അടുത്തെനിക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് പ്രൊഫസർ തോമസ് ഐസക് പ്രസന്റ് ചെയ്ത ബജറ്റിൽ പോലും പറഞ്ഞിരുന്നത്, അദ്ദേഹം പറയുന്നത് കേരളം ഒരു ക്രൈസിസിലല്ല എന്ന് തെളിയിക്കാനായിട്ട് അദ്ദേഹം എടുത്തിരുന്ന ഒരു സംഗതി തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഡോമാസ് സ്റ്റെബിലിറ്റി കണ്ടീഷൻ. ഡോമർ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ്, നമ്മൾ കൊടുക്കുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ച എങ്കിൽ പേടിക്കേണ്ടതില്ല, നമ്മൾ ക്രൈസിസിലേക്കൊന്നും നീങ്ങിയിട്ടില്ല എന്നുള്ളത്. അത് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8.2% ഉള്ളൂ. പക്ഷെ നമ്മുടെ ആഭ്യന്തര വരുമാനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് 14 മുതൽ 15% ഏകദേശം ഇരട്ടിയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ വലിയ ക്രൈസിസിലൊന്നുമില്ല. പക്ഷെ അതെല്ലാം നോക്കേണ്ടത് വേറെ തരത്തിൽ നോക്കാം. ഓരോ വർഷവും നമ്മൾ പലിശ ഇനത്തിൽ ചെലവാക്കുന്ന ആ തുകയുടെ വളർച്ചാ നിരക്ക് 12.9. അതിന്റെ അർത്ഥം നമ്മൾ ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞു. ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചയായ 13.9 ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞു. 12.9 എന്ന് പറയുന്ന ഓരോ വർഷവും നമ്മൾ പലിശയ്ക്കായി ചെലവാക്കുന്ന തുകയുടെ വളർച്ചാ നിരക്ക്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിപ്പോ ക്രൈസിസിലല്ല എങ്കിലും ഒരു ക്രൈസിസിലേക്കുള്ള സംഗതികൾ നമ്മൾ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ബാധ്യതകളാണ്. നമുക്ക് പിന്നോട്ട് അല്പം പോലും പോകാൻ പറ്റാത്ത ബാധ്യതകൾ. അതുപോലെ തന്നെ വേറൊരു സംഗതി പലപ്പോഴും തിയറിയിലും സംസ്ഥാനങ്ങൾക്കിടയിൽ വരാറുള്ളത്, നമ്മൾ കടമെടുക്കുന്നത് അത്ര ക്രൈസിസ് അല്ല എന്ന് പറയാം. നമ്മൾ മൂലധന ചെലവ് കൂട്ടിയാൽ മതിയല്ലോ. മൂലധന ചെലവിനായിട്ടാണ് കടമെടുക്കുന്നതെങ്കിൽ ഒരു സാമ്പത്തിക ശാസ്ത്രം അതിനെ തെറ്റായിട്ട് ഉപേക്ഷിക്കില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് കടമെടുത്തുകൂടാ? അപ്പൊ കേരളത്തിന്റെ കോൺടെക്സ്റ്റിൽ ശരിയാണ്, കഴിഞ്ഞ ഏകദേശം 5 വർഷത്തിനുള്ളിൽ മൂലധന ചെലവിൽ ചെറിയ വർധന ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എത്രയൊക്കെ തന്നെ വിമർശിച്ചാലും കഴിഞ്ഞ തൊട്ടു മുമ്പിലത്തെ 5 വർഷമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ 5 വർഷത്തിൽ മൂലധന ചെലവ് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് കണക്കുകൾ നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ബാധ്യതാ ചെലവുകളിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളിടത്തോളം കാലം ആകെയുള്ള സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ വരുമാന മാർഗം കൂട്ടുക എന്നുള്ളതാണ്. ഈ വരുമാന മാർഗം കൂട്ടുക എന്നുള്ളതിൽ നിന്നും അധികം ഒന്നും പിന്നോട്ട് പോയിട്ടില്ലെന്നാണ് കഴിഞ്ഞ വർഷങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നോക്കുക. SOTR എന്ന് ഞാൻ പറയുന്നത് ടാക്സ് റവന്യൂയാണ്, നമ്മളെ നികുതി വരുമാനം. ഞാൻ 15 വർഷത്തിൽ 5 വർഷമായി ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് 11% ശരാശരി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷം 18% വളർന്നിരിക്കുകയാണ്. അപ്പൊ തനത് വിഭവ സമാഹരണം ടാക്സ് റവന്യൂയിലൂടെയും നോൺ ടാക്സ് റവന്യൂയിലൂടെയും വളരെയധികം വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ധനവിഭവം നമ്മുടെ തനതായിട്ടുള്ള വരുമാനം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇതെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിന്റെ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടല്ല, ഗോൾഡിൽ നിന്ന് നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് തെളിവുണ്ട്. വേറെ 200 കോടി രൂപ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് ഉദാഹരണം നോക്കുന്നുണ്ട്. നമ്മൾ പൊട്ടൻഷ്യൽ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. എങ്കിലും ഒരു 18% നമ്മുടെ ഇത് വളർന്നു എന്ന് പറയുന്നത് ഒരു അഭിനന്ദനീയം തന്നെയാണ്. പക്ഷെ ഒപ്പം തന്നെ ഇത് നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ മൊത്തം റവന്യൂ വരുമാനത്തിൽ വർഷാവർഷം കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് കിട്ടുന്ന തുകയുടെ ശതമാനം കുറഞ്ഞു വരുന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അത് കണ്ടാൽ മനസ്സിലാവും. മൊത്തം നമ്മുടെ റവന്യൂ വരുമാനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ട്രാൻസ്ഫർ. അടുത്തത് കാണിക്കും ധനകാര്യ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ അവാർഡ്സ് 95 മുതൽ 2012 വരെയുള്ള ഈ കഴിഞ്ഞ 15 വർഷം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേരളത്തിന് കൊടുക്കുന്ന അവാർഡും നമ്മുടെ റവന്യൂ റെസീപ്റ്റിന്റെ ശതമാനം എന്ന് നോക്കുമ്പോൾ അതുപോലും കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരു സൈഡിലൂടെ നമ്മൾ മനസ്സിലാക്കി ബാധ്യതാ ചെലവിൽ നിന്ന് പിന്നോട്ട് പോകാത്തത്തോളം കാലം വരുമാനം വർദ്ധിപ്പിക്കലേ മാർഗമുള്ളൂ. ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ നമ്മൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ശതമാനം കുറഞ്ഞു വരുന്നത് പരമ യാഥാർത്ഥ്യമാണ്. ഒരു പോയിന്റും കൂടെ പറഞ്ഞു നിർത്താം. നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ വേറെ ഒരു തടസ്സം എന്ന് പറയുന്നത് എല്ലാവരും പൊക്കി പറയുന്ന ഒരു സാധനമാണ് നമ്മുടെ ആഭ്യന്തര ഉൽപാദനം 14%, 15% വളരുന്നു എന്നുള്ളത്. അതിനനുസരിച്ച് നികുതി വരുമാനം കൂടുന്നില്ല എന്നുള്ളതാണ്. എന്താണ് കാര്യം? അതിന്റെ കൃഷിയാണോ വളരുന്നത്? അല്ല. വ്യവസായം വളരുന്നത്? അല്ല. സേവന മേഖലയാണ് വളരുന്നത്. സേവന മേഖലയെ ടാക്സ് ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനല്ല. 68A അമെൻമെന്റ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ അമെൻമെന്റ് പ്രകാരം സേവന മേഖലയെ ടാക്സ് ചെയ്യാനുള്ള അധികാരം സർക്കാരിനല്ല, സംസ്ഥാന സർക്കാരിനല്ല, പകരം കേന്ദ്ര സർക്കാരിനുള്ളതാണ്. ടാക്സ് ചെയ്യുന്നത് മാത്രമല്ല, അത് ഡിവിസിബിൾ പൂളിൽ പോലുമല്ല. ഡിവിസിബിൾ പൂൾ എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് കൊടുക്കാനായി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന പൂൾ, അതിൽ പോലുമല്ല. ഇത് സെൻട്രൽ പൂളിലാണ്.
അപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര ഉൽപാദനത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയെ മുഴുവൻ ടാക്സ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് മാത്രമല്ല, അതിന്റെ ഒരു വിഹിതം നമുക്ക് സംസ്ഥാനങ്ങൾ കിട്ടുന്നുമില്ല എന്നുള്ളത് കൂടെ ഒരു പോരായ്മയാണ്. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ആഭ്യന്തരമായി നമുക്ക് സമാഹരിച്ചെടുക്കേണ്ട നികുതിയിലും നികുതിയുടെ വരുമാനത്തിലും കുറവ് വരുന്നുണ്ട് എങ്കിൽ, കൂടുന്നുണ്ട്, പക്ഷെ കൂടേണ്ട അത്ര കൂടുന്നില്ല എങ്കിൽ ഇതും ഒരു കാരണമാണ്. ടാക്സ് ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറഞ്ഞു നിർത്താം, ബാധ്യതാ ചെലവ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ഭീമമായ സംഗതി തന്നെയാണ്. അതാണ് കമ്മിക്ക് പ്രധാനപ്പെട്ട കാരണമാകുന്നത്. എന്നാൽ ലോക്കൽ ബോഡീസിന് കൊടുക്കുന്നതും ഇൻട്രസ്റ്റ് പേയ്മെന്റും പെൻഷനും ശമ്പളവും പോലത്തെ ബാധ്യതയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്നോട്ട് പോകാത്തിടത്തോളം കാലം ഇത് കമ്മിക്ക് കാരണമായിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. ആകെയുള്ള പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത് തനതായ വിഭവ സമാഹരണമാണ്. അതിലും ഒരു പരിധി വരെ നമ്മൾ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ വളരെ വില്ലനായി അല്ലെങ്കിൽ വളരെയധികം നമുക്ക് ദോഷകരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള നമ്മളെ ഇങ്ങോട്ടുള്ള വിഹിതത്തിന്റെ കുറവാണ് എന്ന് പറഞ്ഞു